അസ്സലാമലൈക്കും. പച്ചസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിത് നല്ലൊരു 4 മണി പലഹാരമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇനി നമുക്കെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പും ഒരു ബൗളും എടുത്തിട്ടുണ്ട്. ഈ കപ്പിലാണ് ഞാൻ അളവെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഈ കപ്പ് നിറയെ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പച്ചരിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം കടലമാവ് വേണം. 1/4 കപ്പാണ് എടുക്കേണ്ടത്. 1/4 കപ്പ് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇത് യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. വലിയൊരു പാൻ തന്നെ വെച്ച് കൊടുക്കണേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ പശുവിൻ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ അളവിൽ അയമോദകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി നല്ലതുപോലെ കയ്യിൽ ഇതുപോലെ ഒന്ന് ഞെരടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അല്പം ഒന്ന് വഴണ്ടി വരുന്ന സമയത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചരി എത്രയാണ് വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എൻ്റെ കയ്യിലുള്ള പച്ചരിക്ക് 1/4 കപ്പ് വെള്ളം മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. അതിന് മുമ്പായിട്ട് പാകത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നിങ്ങൾ പൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി, അതാണ് കാണിക്കാഞ്ഞത്. ഇപ്പോൾ നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ചതിന് ശേഷം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കട്ട പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഈ മാവ്. ഇനി ഒരുപാട് സമയമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് വെള്ളം മാവിലേക്ക് പിടിച്ചതിന് ശേഷം തീ അണച്ചതിന് ശേഷം ബാക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മാവ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഫ്ലെയിം അണച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അല്പസമയം ഒന്ന് ആറാനായിട്ട് വെക്കണം. ഒരുപാട് ആറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഈ ചൂടിൽ തന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ 2 പാർട്ടായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. വെള്ളത്തിൽ കൈ മുക്കി നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. കണ്ടോ, നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴക്കുന്നതിനനുസരിച്ച് നല്ല സോഫ്റ്റായി കിട്ടും ഈ മാവ്. കണ്ടോ, ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാ മാവും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അല്പം എടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇത്ര വലുപ്പത്തിലാണ് ഓരോ കൂട്ടെടുക്കേണ്ടത്. ഇനി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒരുപാട് തിക്നെസ് ഇല്ലാതെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഈ അപ്പത്തിന് ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തതേ ഉള്ളൂ. ഇത് എളുപ്പമാണ് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഒരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. വേഗം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ ആറിപ്പോവും. ഈ സമയത്തേക്ക് ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. മാവ് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിളച്ച എണ്ണയിലേക്ക് ഈ മാവ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
നല്ലതുപോലെ ആദ്യം തിളച്ചിരിക്കണം എണ്ണ. അതിനുശേഷം സിമ്മിലിട്ട് നല്ലതുപോലെ ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത്. എണ്ണയിലിടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. കസൂരി മെത്തിയുടെയും അയമോദകത്തിൻ്റെയും ഒക്കെ നല്ല സ്മെല്ലുണ്ട്. അതുപോലെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നൊരു ഐറ്റം കൂടിയാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി ഇതിൻ്റെ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ മാവ് ഇട്ടപാട് ഇളക്കി കൊടുക്കരുത്, അപ്പോൾ പൊടിഞ്ഞു പോവും. അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ. കണ്ടോ ഇതുപോലെ. ഇനി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. കണ്ടോ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും എത്ര ക്രിസ്പിയാണെന്നിത്. നല്ല കിലുക്കയില്ലേ, കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇതിൻ്റെ കൂടെ തന്നെ കട്ടൻ ചായയോ പാലൊഴിച്ച ചായയോ എല്ലാം ചേരുന്നതാണ്. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. കണ്ടോ എല്ലാ മാവും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ കൂടെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറന്നു പോകല്ലേ. താങ്ക്